ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് പേർ യൂട്യൂബിൽ ചാനലെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കുറേ പേർക്ക് നല്ല സബ്സ്ക്രൈബേഴ്സ്, അതുപോലെ അവർക്ക് നല്ല വാച്ച് ടൈം എല്ലാം ഉണ്ട്. എന്നാൽ അവർക്ക് അവരുടെ ചാനലിലേക്ക് റവന്യൂ ഒന്നും ലഭിക്കുന്നില്ല. അതായത് നമ്മൾ ഒരു ചാനൽ തുടങ്ങി നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് അതിൽ നിന്നും എന്തെങ്കിലും റവന്യൂ, അതായത് നമ്മൾ ചെയ്യുന്ന റിസ്കിന് നമുക്ക് അതിൽ നിന്നും പ്രതിഫലം എല്ലാം നേടുക എന്നത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഈ ചെയ്യുന്ന എഫേർട്ടിന് നിങ്ങൾക്ക് പ്രതിഫലമൊന്നും ലഭിക്കുന്നില്ല എങ്കിൽ ഇന്ന് നമ്മൾ ഏകദേശം 100 ചാനലിൽ 90 ചാനലിലും ഈ ഒരു അവസ്ഥ വരുന്നുണ്ട്. 100 ചാനലിൽ ഏകദേശം 10 ചാനലിൽ അല്ലെങ്കിൽ അതിൽ കുറവെല്ലാമാണ് ഇപ്പോൾ റവന്യൂ എല്ലാം നേടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നമെല്ലാം വരുന്നത്? പലപ്പോഴും പലരും ഇത്തരത്തിൽ ഇതിനെക്കുറിച്ച് സീരിയസ് ആയി എടുക്കുന്നില്ല. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം വന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്യുന്ന എഫേർട്ടിന്റെ ഫലമൊന്നും ലഭിക്കാതെ പോകും. ഇപ്പോൾ ഒരുപാട് പേർ എനിക്ക് മെസ്സേജ് അയച്ചതിൽ അവർക്ക് പ്ലേ ബട്ടൺ എല്ലാം ലഭിച്ചിട്ടുണ്ട്. അതായത് സിൽവർ പ്ലേ ബട്ടൺ എല്ലാം ലഭിച്ചിട്ടുള്ള ചാനലാണെങ്കിൽ കൂടി അവർക്ക് റവന്യൂ ഒന്നും വരുന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ പലർക്കും ഈ ഒരു കാര്യം വരുന്നത്? അതുപോലെ നിങ്ങളുടെ ചാനലിനും ഈ ഒരു അവസ്ഥ വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പലരും എളുപ്പ വഴികളിലൂടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ഇത് ഏറ്റവും വലിയ ഒരു അബദ്ധമാണ്. പലപ്പോഴും ഞാൻ ഇത് എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വാച്ച് അവർ എല്ലാം ലഭിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കുന്നത്, അതായത് പേയ്മെൻ്റ് എല്ലാം കൊടുത്ത്, ഇതെല്ലാം തന്നെ നിങ്ങളുടെ ചാനലിന് ദോഷം മാത്രമാണ് ഉണ്ടാക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കഴിവിൽ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അത് മുന്നോട്ട് കൊണ്ടുപോകാനെല്ലാം സാധിക്കുക. ഈ ഒരു കാര്യം നിങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കുക. കാരണം നിങ്ങൾക്ക് എഫേർട്ട് ഇട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എങ്കിൽ നിങ്ങളുടെ ചാനലിലേക്ക് കുറച്ച് വാച്ച് അവർ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ എല്ലാം തന്നു എന്ന് കരുതി നിങ്ങൾ എങ്ങനെയാണ് പിന്നീട് അത് മുന്നോട്ട് കൊണ്ടുപോകുക? കാരണം അത്തരത്തിൽ ആ ഒരു കാര്യവും നടക്കുന്ന കാര്യമല്ല. പലപ്പോഴും ഇത്തരത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സബ്സ്ക്രൈബേഴ്സ് ഒന്നും തന്നെ നമ്മുടെ വീഡിയോസ് ഒന്നും പിന്നീട് നമ്മൾ ഇടുന്നത് കാണുകയൊന്നുമില്ല. അതിനാൽ തന്നെ നിങ്ങളുടെ ചാനലിൻ്റെ റാങ്കിങ് എല്ലാം കുറയാൻ മാത്രമാണ് ഇത് കാരണമാവുക. ഇത്തരത്തിലുള്ള മിസ്റ്റേക്ക് ഒന്നും നിങ്ങളുടെ ചാനലിൽ ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഇന്നലെ ഞാൻ ഒരു ചാനൽ ഇവിടെ കണ്ടിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ ഇവരുടെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, മൊല്ലാക്ക വ്ളോഗ്സ് 2 എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവർ ഇപ്പോൾ അബ്രോഡിൽ വർക്ക് ചെയ്യുകയെല്ലാമാണ്. അപ്പോൾ ഈ വർക്കിനിടയിലെല്ലാമാണ് ഇത്തരത്തിൽ അവർ വീഡിയോസ് എല്ലാം ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു സബ്സ്ക്രൈബർ ബേസ് എല്ലാം അവർക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് 12,000-ൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് എല്ലാം അവരുടെ ചാനലിലുണ്ട്. പലരും ഇത്തരത്തിൽ ചോദിക്കാറുണ്ട് അവരോട്, അതായത് നിങ്ങൾക്ക് എത്ര വരുമാനമെല്ലാം വരുന്നുണ്ട്? ഇതിനെക്കുറിച്ചെല്ലാം അവർ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. വീണ്ടും 10K അടിച്ചു മക്കളെ എന്നൊരു വീഡിയോ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു വീഡിയോ തീർച്ചയായും നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം മറ്റൊന്നുമല്ല, ഇത്രയും സബ്സ്ക്രൈബേഴ്സ് എല്ലാമായി അവർ ഒരുപാട് എഫേർട്ട് എല്ലാം അവരുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എന്നാൽ അവർ അറിയാതെ ചെയ്ത കുറച്ച് മിസ്റ്റേക്ക് കാരണം അവർക്ക് ഇപ്പോൾ റവന്യൂ ഒന്നും വരുന്നില്ല. അതായത് അവർ നല്ല രീതിയിൽ ഒരുപാട് വീഡിയോസ്, അവരുടെ സ്വന്തം വീഡിയോസ് ഒരുപാട് ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എന്നാൽ ഇതിനിടയിൽ ചില സമയങ്ങളിൽ അവർക്ക് ഒഴിവൊന്നുമില്ലാത്ത സമയത്ത് അവർ മറ്റുള്ളവരുടെ വീഡിയോ അതുപോലെ അവരുടെ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ് ഉണ്ടായത്. അതിനാൽ തന്നെ അവരുടെ മോണിറ്റൈസേഷൻ കട്ടാവുകയും റീയൂസ്ഡ് കണ്ടന്റ് എന്ന് വരികയെല്ലാം ചെയ്തു. ഇപ്പോൾ ഇനി അവർക്ക് ഇതിൽ നിന്നും ഈ ഒരു കാര്യമെല്ലാം ഫിക്സ് ചെയ്യണമെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ചാനലിലുള്ള ഈ റീയൂസ്ഡ് കണ്ടന്റ്, അതായത് മറ്റുള്ളവരുടെ കണ്ടന്റ് എല്ലാം ചെയ്തിരിക്കുന്ന ഷോർട്സ് ആണെങ്കിലും അല്ലെങ്കിൽ ലോങ് വീഡിയോസ് എല്ലാം ആണെങ്കിലും അതെല്ലാം തന്നെ റിമൂവ് ചെയ്തതിന് ശേഷം അവർക്ക് റീഅപ്ലൈ ചെയ്യുക, അതായത് മോണിറ്റൈസേഷന് വേണ്ടി റീഅപ്ലൈ ചെയ്യുക എന്നതാണ് അവർക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കുക. അതിനാൽ തന്നെ അവരുടെ ഈ ഒരു വീഡിയോ ഇത് ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുന്ന ഒരു വീഡിയോ കൂടിയാണ്. പലരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കാതെ ഇത്തരത്തിൽ അവർക്ക് നല്ല വ്യൂസ് അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് സബ്സ്ക്രൈബേഴ്സ് എല്ലാം കൂടുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ചില ആളുകൾ ഇത് അറിഞ്ഞോ അറിയാതെയോ എല്ലാം ഈ ഒരു അബദ്ധം ചെയ്യാറുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന അബദ്ധത്തിലൂടെ കുറച്ച് വ്യൂസ് എല്ലാം കുറച്ച് കാലത്തേക്ക് വന്നു എന്ന് കരുതി പിന്നീട് നമുക്ക് നമ്മുടെ ചാനലിനെ തന്നെ ഇത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇവർ ഇവിടെ കറക്റ്റായി ഈ ഒരു കാര്യമെല്ലാം വിവരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇവരുടെ ഈ ഒരു വീഡിയോ തീർച്ചയായും ഇതൊന്ന് കണ്ടു നോക്കുക.
കാരണം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് ഐഡിയാസ് എല്ലാം കിട്ടും. അതായത് ഇത്തരത്തിലൊരു മിസ്റ്റേക്ക് എല്ലാം നിങ്ങളുടെ ചാനലിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ അതെല്ലാം തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്യുന്നതിന്, അതായത് നിങ്ങൾക്ക് ഇത്തരത്തിൽ കണ്ടന്റ് ID ക്ലെയിം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ റീയൂസ്ഡ് കണ്ടന്റ് എറർ ഒന്നും വരുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ചാനലിൽ നിന്നും റിമൂവ് ചെയ്യാനെല്ലാം ഇത്തരത്തിൽ ഈ വീഡിയോ എല്ലാം ഗുണം ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ അവർ ചെയ്തിരിക്കുന്നത് ഒരുപാട് പേർക്ക് നല്ലതായി തന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ ഒരു വീഡിയോ കണ്ടു നോക്കുക. ഇതുപോലെ എനിക്ക് മെസ്സേജ് അയച്ചതിൽ ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂസ് എല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ അടുത്തതായി ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇവിടെ ഇവരുടെ ചാനലിലും ഇവർ ഒരുപാട് എഫേർട്ട് എല്ലാം ഇട്ടതിന് ശേഷമാണ് അവരുടെ ചാനലെല്ലാം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. എന്നാൽ ഇതുപോലെ ഇവർ ശ്രദ്ധിക്കാതെ ഇട്ടിരുന്ന കുറച്ച് വീഡിയോസ് എല്ലാം കാരണം അവർക്കും ഇപ്പോൾ ഈ ഒരു പ്രശ്നം, അതായത് റീയൂസ്ഡ് കണ്ടന്റ് പ്രശ്നം വന്നിട്ടുണ്ട്. ഇപ്രകാരം മറ്റുള്ളവരുടെ കണ്ടന്റ് എല്ലാം ഇടുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പാടില്ലാത്ത ഇത്തരത്തിലുള്ള മ്യൂസിക് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുകയെല്ലാം ചെയ്യുമ്പോഴെല്ലാം ഇത്തരത്തിൽ ഈ റീയൂസ്ഡ് കണ്ടന്റ് എല്ലാം വരാം. അപ്പോൾ ഇവർക്കും ഇതേ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ അവരുടെ ചാനലുള്ളത്. ഇവിടെ ഇവരുടെ ചാനലിൽ ഇപ്പോൾ റീയൂസ്ഡ് കണ്ടന്റ് എല്ലാം വന്നു. എന്നാൽ അവർ ഇത് അപ്പീൽ ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പീൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്, നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോസ് എഡിറ്റ് ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനോ ഒന്നും പാടില്ല. ഇപ്പോൾ ഇവരുടെ ചാനലിൽ കുറച്ച് മോഡിഫിക്കേഷൻ എല്ലാം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അപ്പീൽ ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ചാനലിൽ ഉണ്ടായിരുന്ന സ്റ്റാറ്റസ് അതുപോലെ വന്നതിന് ശേഷം, അതായത് നിങ്ങൾക്ക് ഈ മോണിറ്റൈസേഷൻ എല്ലാം റീയൂസ്ഡ് കണ്ടന്റ് എന്ന് വന്ന് നിങ്ങൾക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ഇത് നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള തെറ്റല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്പീൽ ചെയ്യാം. എന്നാൽ നിങ്ങൾ ഇവിടെ മോഡിഫിക്കേഷൻ ഒന്നും തന്നെ നിങ്ങളുടെ ചാനലിൽ ചെയ്യാൻ പാടില്ല. അതുപോലെ വെച്ചു വേണം നിങ്ങൾ ഈ ഒരു അപ്പീൽ എല്ലാം കൊടുക്കാൻ. ഇത്തരത്തിൽ നിങ്ങൾ ചേഞ്ചസ് എല്ലാം ചെയ്തതിന് ശേഷമാണ് അപ്പീൽ കൊടുക്കുന്നത് എങ്കിൽ ഇത് യൂട്യൂബ് ടീം ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എത്രയോ, അതായത് 80% എഫേർട്ട് നിങ്ങൾ സ്വന്തമായി ചെയ്യുന്ന വീഡിയോയിൽ തന്നെ കാണാം. എന്നാൽ ഇത്തരത്തിൽ നിങ്ങൾ 10% അല്ലെങ്കിൽ 20% എല്ലാം മറ്റുള്ളവരുടെ വീഡിയോസ് എല്ലാം നിങ്ങളുടെ ചാനലിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻ തീർച്ചയായും നിങ്ങളുടെ ചാനലിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചാനലിൽ ഈ ഒരു മിസ്റ്റേക്ക് ഒന്നുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ ഈ ഒരു എക്സാമ്പിൾസ് എല്ലാം നമ്മൾ കാണുകയാണെങ്കിൽ അവർക്ക് വന്നിരിക്കുന്ന മിസ്റ്റേക്ക് നമുക്ക് മനസ്സിലാക്കാനും ഇത് നമുക്ക് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാനെല്ലാം സാധിക്കും. അതിനാൽ തന്നെയാണ് ഇത് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ചാനലിൽ ഈ ഒരു മിസ്റ്റേക്ക് എല്ലാം ചെയ്ത്, കാരണം ഇതിൻ്റെ റിസൾട്ട് എല്ലാം വരിക നിങ്ങളുടെ ചാനൽ അത്യാവശ്യം പോപ്പുലറായി വരുന്ന സമയത്തെല്ലാമാണ്. ഒരുപാട് നെഗറ്റീവായ കാര്യങ്ങളെല്ലാം നിങ്ങൾ നേരത്തെ ചെയ്തിരിക്കുന്ന വീഡിയോസ് മൂലം നിങ്ങൾക്ക് വരുന്നത്. അതിനാൽ തന്നെ ആ ഒരു മിസ്റ്റേക്ക് ഒന്നും നിങ്ങളുടെ ചാനലിൽ ചെയ്യാതെ, നിങ്ങൾക്ക് കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ, കുറഞ്ഞ വാച്ച് അവർ ആയിക്കോട്ടെ, എന്നാലും നിങ്ങളുടെ കണ്ടന്റ് തന്നെ ചെയ്ത് നിങ്ങളുടെ ചാനൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങളുടെ ചാനലിലേക്ക് വരില്ല എന്ന് ഉറപ്പുവരുത്താനും അതുവഴി നിങ്ങളുടെ ചാനലിൻ്റെ ക്രെഡിബിലിറ്റി എല്ലാം നിങ്ങൾക്ക് നിലനിർത്താനും സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ഇപ്പോൾ ത്രോട്ട് പെയിൻ എല്ലാം ആയതുകൊണ്ട് തന്നെ സൗണ്ടിന് കുറച്ച് പ്രശ്നമില്ലാണ്ട് നിങ്ങൾക്ക് സൗണ്ട് ചിലപ്പോൾ വളരെ വ്യക്തമായി കേൾക്കണമെന്നില്ല. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്